ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം 24-നകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു പരാതിക്കാരിയുമായിട്ടും റിനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ നമുക്ക് കേൾക്കാൻ കിടപ്പുണ്ട്. അതുപോലെ തെളിവുകൾ ഉൾപ്പെടെ നമുക്ക് കേൾക്കാൻ കിടപ്പുണ്ട്. ഇതിനകത്ത് കുറേ കാര്യങ്ങളെ രാഹുൽ വെളിപ്പെടുത്തിയുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അവസരം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത 24-ന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം പുള്ളിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പം ഇതിനകത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഞാൻ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടു, ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ആയിട്ടേക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചെയ്യുന്നില്ല, കാരണം 1 മണിക്കൂറുണ്ട്, ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. അപ്പം ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ, ഒന്ന് അമ്മയെ പറ്റി, സ്ത്രീയെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ടച്ച് ചെയ്തു ഭയങ്കരമായിട്ട്. അതുപോലെ ഈ ഒരു പാർട്ടിയെ പറ്റിയിട്ട്, രാഹുൽ ഇപ്പം നിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്ത്. ഇപ്പോഴും നോക്കിക്കോണം, രാഹുൽ എന്നൊരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നേ രാഹുലിനെ എടുത്തു കളയാൻ സാധിക്കും. പക്ഷെ രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നിട്ട്, ഹൃദയത്തിൽ നിന്നിട്ട് ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരിക്കലും എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന് ഇന്നലത്തെ ഇൻ്റർവ്യൂവിലൂടെ എനിക്കത് വ്യക്തമായി. കാരണം ഇപ്പോഴും ആ ഒരു പ്രസ്ഥാനത്തോട് അതിരുറ്റ സ്നേഹമാണ്. ഒരു പാർട്ടിക്കാരന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ഘടകമാണത്. തൻ്റെ പ്രസ്ഥാനത്തെ മരണം വരെ നെഞ്ചോട് ചേർത്ത് നിർത്തുക. ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പല പ്രമുഖരും, എന്തിന് പ്രതിപക്ഷ നേതാവ് പോലും തള്ളി പറഞ്ഞിട്ട് പോലും, പാർട്ടിയിൽ നിന്ന് പോലും അത് വിശദമായിട്ട് രാഹുൽ മാങ്കൂട്ടൻ്റെ അടുത്ത് ചോദിക്കാതെ പോലും പാർട്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞപ്പോഴും എന്നിട്ട് പോലും ആ ഒരു പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഇത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു പോയി കേട്ടോ. കാരണം അത് നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരനും മനസ്സിലാക്കേണ്ടതാണ്. പുള്ളി ഇപ്പോഴും പറയുന്നുണ്ട്, ഇനി എന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുത്തില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം മരണം വരെ കാണുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം 1 മണിക്കൂർ ഇൻ്റർവ്യൂ ആയതുകൊണ്ട്, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആയതുകൊണ്ട് 1 മണിക്കൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പം അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂയിലൂടെ തന്നെ മനസ്സിലാക്കാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ് തന്നെയാണെന്ന്. ഈ ഇൻ്റർവ്യൂവിനകത്ത് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ ഒരു വിനയം, പക്വത, ആ ഒരു താഴ്മ, അതാണ് അയാളൊരു വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊന്ന് കാണാം. ആ ധാർമ്മിക ബാധ്യതകൾക്കപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഞാൻ വലിയ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന ആളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പം ഞാനുമായി ബന്ധമുള്ള ഏതെങ്കിലും മനുഷ്യന്മാർ, സൗഹൃദമുള്ള മനുഷ്യന്മാർ, അവരിൽ ഞാൻ പറഞ്ഞല്ലോ, അവരിൽ എന്നിൽ നിന്ന് ഏതെങ്കിലും കാരണം വെച്ചാൽ തെറ്റിപ്പോയാലും ഞാൻ അവരെ പറ്റി പറഞ്ഞു നടക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാദ്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഗസ്റ്റ് ഈ ആരോപണങ്ങൾ വരുമ്പോഴായിരുന്നു എനിക്ക് ആദ്യമായി പറയാൻ പറ്റുന്നത്. അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയങ്ങൾ അവിടെ തീരുമായിരുന്നു. പക്ഷേ ഞാൻ പറയാഞ്ഞത് അവരെന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതല്ല എന്ന് എനിക്ക് നല്ല 100% ബോധ്യമുണ്ട്. ഞാൻ അതിൻ്റെ വല്ലാതെ ഡീറ്റെയിൽസിലേക്ക് ആദ്യഘട്ടത്തിൽ പോകുന്നില്ല. അല്ലാന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോഴും അവർ പറയട്ടെ. അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാനൊരു കാര്യം വളരെ കോൺക്രീറ്റ് ആയിട്ട് അന്നും ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാഡ് ടച്ച് എന്നുള്ളത് വിട്ടേക്കൂ, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരം ധാർമ്മികതകളൊക്കെ നന്നായി വെച്ച് പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തു വന്നോ, അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു വന്നോ എനിക്ക് അഭിപ്രായമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ശരിയാണ്. ഇത്രയും പരാതികൾ വന്നിട്ട് പോലും പുള്ളി ഇന്ന് വരെ ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റൊരു വാർത്താ ചാനലുകളിലോ വന്നിരുന്നിട്ട് ഇവർക്കെതിരെ, ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഈ റിനിക്കെതിരെ ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള അവന്തിക എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ് വുമൺ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഇപ്പം 3-4 ആളുകൾ വന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് നല്ല സൗഹൃദത്തിലുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്കെതിരെ തിരിഞ്ഞു നാഞ്ഞരിച്ച് സംസാരിക്കാനോ ഇവരെ കള്ളങ്ങൾ പൊളിച്ചടുക്കി രംഗത്തേക്ക് കൊണ്ടുവരാനോ പുള്ളി അവിടെയൊന്നും ശ്രമിച്ചിട്ടില്ല. പുള്ളി അപ്പോഴൊക്കെ അവരെയൊക്കെ ഒരു സൗഹൃദം, അവർ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, അവർക്ക് ചിലപ്പം ആ ഒരു സമയത്ത് അങ്ങനെ തോന്നിയതായിരിക്കാം, എന്തെങ്കിലും മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളുടെ നിർബന്ധ പ്രകാരം അങ്ങനെ ചെയ്തതായിരിക്കാം എന്നാണ് പുള്ളി പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോഴും പുള്ളി അവരെയൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൗഹൃദത്തിനൊരു നല്ലൊരു
ഒരു മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതുമാത്രമല്ല, ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വന്തം പാർട്ടിയെ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തി, ഹൃദയത്തിൻ്റെ അകത്ത് നിർത്തി ആ ഒരു പാർട്ടിയെ കൊണ്ടുപോകുന്നൊരു കണ്ടുകൊണ്ടുപോകുന്നൊരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പം ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ രാഹുലിനെതിരെ പെട്ടെന്ന് നടപടിയെടുത്ത ഈ പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സിലെ പല പ്രമുഖരും പല സ്ഥലങ്ങളിലും തുറന്നടിച്ച് സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വി.ഡി. സതീശൻ്റെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം വന്ന സമയത്ത് വീണ്ടും ആ ഒരു കേസ്, പഴയൊരു കേസ് വീണ്ടും രംഗത്ത് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം പോസ്റ്റിട്ട് അതിനെ വി.ഡി. സതീശനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് ഒരു പോസ്റ്റ് വരെ ഇട്ട് രംഗത്ത് വന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തെയോ താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിലെ നേതാക്കളെയോ ഒരിക്കലും തള്ളിപ്പറയാൻ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഒരിടത്തും നിൽക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ മൂന്നാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വ്യക്തമായിട്ട് നമ്മളെല്ലാം കണ്ടതാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കാൻ തന്നെ കോടതി മുന്നിൽ എടുത്തു വെച്ചൊരു ആദ്യത്തെ ഒരു വിശദീകരണം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാളുടെ ഇഷ്ടപ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി ഈ പറഞ്ഞിട്ടുള്ള ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് അത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല എന്ന് കോടതി അത് മുന്നിലെടുത്ത് വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞിട്ടുള്ള ജാമ്യം പരിഗണിക്കുന്നത് തന്നെ. കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെ കോടതി എന്താണ് പറഞ്ഞിട്ട്, പരസ്പര സമ്മതത്തോടു കൂടി ഒരാൾക്ക് എത്ര ആളുകളുമായിട്ട് വേണമെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെടാമെന്നാണ് കോടതി വരെ പറയുന്നത്. അത് നിയമവിരുദ്ധമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളായിട്ട് വന്നിട്ടുള്ള 1, 2, 3 പരാതി എന്നിരിക്കട്ടെ. ആ 3 പരാതിയുടെയും ഡ്രാഫ്റ്റ് എവിടെ നിന്നാണെന്ന്, ആ 3 പരാതിയും ഒരേ വ്യക്തി തന്നെ പടച്ചു വിട്ടയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ആ 3 പരാതിയിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രം ചെയ്ത വേലയാണ്, ഒരാളുടെ തലയിൽ വന്നൊരു പരാതിയാണ് ഈ 3 പരാതിയുടെ ഒരേ കാര്യങ്ങൾ. അപ്പം ഈ പരാതിക്കാരികൾ 3 പേരുടെയും സമ്മതത്തോടു കൂടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഇവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിലെല്ലാം ഏർപ്പെടുന്നതും ഈ പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിൽ പോകുന്നതും താമസിക്കുന്നതും. അതുമാത്രമല്ല, ഇതിനൊക്കെ ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പൈസ കൊടുത്തെന്ന് പറയുന്നുണ്ട്, അതുപോലെ ചെരുപ്പ് മേടിച്ചു കൊടുത്തു, വില കൂടി ചെരുപ്പ് മേടിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്, ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കാര്യം എങ്ങനെയാണ് ഇതിനൊക്കെ ശേഷം പീഡനമാവുന്നത്? ഒരിക്കലും ഇതൊരു പീഡനമാകത്തില്ല. പരസ്പര സമ്മതത്തോടു കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ മേൽ മാത്രം ഒരു കുറ്റം അടിച്ചേൽപ്പിക്കുന്നത് അത് ഒരിക്കലും ഒരാൾക്ക് മാത്രം അതിൽ കുറ്റക്കാരനാക്കാൻ ഒരാളെ മാത്രം പറ്റത്തില്ല. ഇവിടെ കുറ്റക്കാരനാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ശിക്ഷിക്കുവാണെന്നുണ്ടെങ്കിൽ 2 പേരെയും ശിക്ഷിക്കണം, അതാണ് വേണ്ടുന്നത്. ഒരാൾ മാത്രം ഇവിടെ എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്? പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പരാതിക്കാരി എന്ന് പറയുന്ന 3ാമത്തെ പരാതിക്കാരി ഇപ്പം വിദേശത്താണല്ലോ. അപ്പം ഇന്ന് വരെ ഹാജരാവാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇതിന് സാക്ഷി മൊഴി കൊടുക്കാനോ ഇതിനൊന്നും രംഗത്ത് വന്നിട്ടില്ല. എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? എന്തുകൊണ്ട് നേരിട്ട് ഹാജരാവുന്നില്ല? പിന്നെ നമ്മൾ കണ്ടതാണ് ഈ സത്യവാങ്മൂലത്തിൽ പരാതിക്കാരിയുടെ ഒപ്പ്, അത് എവിടെ നിന്ന് വന്നതെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ, ഇനി ബാക്കിയും കൂടെ നോക്കാം. ഈ ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ട്. ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല. രാഹുലിനെ പിന്നെ കാണുന്നപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആന്റിസിപ്പേറ്ററി കിട്ടിയതിന് ശേഷം വോട്ട് ചെയ്യാൻ വരുന്ന രാഹുലിനെയാണ്. ഒളിവിൽ പോയത് ശരിയായി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജയിൽ എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ഭീതിപ്പെടുത്തുന്നൊരു കാര്യമല്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചിരുന്നു. കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അത് കോടതികൾ ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പറയാം, എനിക്കിപ്പം സാങ്കേതികമായി നിയമപരമായിട്ട് വാചകം പറയാം. ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതിനെയാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ളൊരു പൗരൻ നിലയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുകയാണ്. അതൊരു പൗരൻ നിലയിൽ എൻ്റെ അവകാശമാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെ ആകില്ലേ? അത് തെറ്റാകില്ലേ? അത് ഹാഷ്മിക്ക് ഇപ്പോൾ അറിയില്ല, പക്ഷേ എനിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ജയിലിൽ കിടക്കാനുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല. പക്ഷേ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് 3ാമത്തെ പരാതി ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. 3ാമത്തെ പരാതിയിൽ സെഷൻസിൻ്റെ ബെയിൽ ഓർഡർ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ബെയിൽ ഓർഡറിന് പക്ഷേ പരാതിയുടെ പ്രാധാന്യം കൊടുത്തില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പരിപൂർണ്ണമായി. ഓക്കെ, ശരിയല്ലേ പറഞ്ഞത്? ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു കാര്യമില്ല. ചെയ്യാത്ത തെറ്റിന് നിയമവിരുദ്ധമായിട്ട്
പരമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ എനിക്ക് തോന്നി ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം മാറി നിന്നത് നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ട് കുറേ സത്യങ്ങൾ കുറേ വെളിയിൽ വന്നു, ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം പുള്ളി ആ സമയത്ത് ഇപ്പം ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരിക്കാം, ഇപ്പം കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു മാറി നിന്നു എന്ന്. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള കുറ്റം ചെയ്തിട്ടില്ലാത്ത എത്ര നിരപരാധികൾ നമ്മളെ ജയിലുകളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ ചെന്ന് പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു പരാതി വരുന്ന ഇപ്പം ഈ ഒരു പരാതി തന്നെ വരുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ഭാവി തകർക്കാനും പുള്ളിയെ കുറച്ച് ദിവസം ജയിലിൽ കൊണ്ടുവിടാനൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് ഈ പരാതിയൊക്കെ പടച്ചടച്ച് വിടുന്നത്. അപ്പോൾ ഈ പരാതി വന്ന സ്പോട്ടിൽ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് മാറി നിന്നത്, ഒളിവിലോട്ട് പോയത്. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പുറത്തു വരുമെന്ന് നല്ലൊരു ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി ഒളിവിലോട്ട് പോയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. കണ്ട അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മൂന്നാമത്തെ പരാതി കിട്ടിയ സമയത്ത് 2 പരാതി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന്. എന്നിട്ട് മൂന്നാമത്തെ ഒരു പരാതി ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിക്കുള്ള കൊലപാതകികളെ പോലും ഇതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തില്ല. അത്രയും ഒരു ക്രൂരമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലേ. അപ്പം 2 പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യലെന്ന്. അപ്പോൾ കോടതിയുടെ ആ ഒരു ഇതുപോലും പാലിക്കാതെയാണ്, നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്നാമത് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു ആരോപണം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം മാറി നിന്നിരുന്നില്ല എങ്കിൽ അന്ന് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലോട്ട് കൊണ്ടുപോയേനെ. അന്ന് പക്ഷേ ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയേനെ, എല്ലാവരും ക്രൂശിച്ചേനെ. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം മാറി നിന്നത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നെയും 2-3 പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. അപ്പോഴാണ് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം വന്നത്. ഇത് രാഹുലിനെ കൊടുക്കാനും രാഹുൽ എന്നൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാനും രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും മാത്രം പടച്ചുവിട്ട ഒരു പരാതിയുടെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഒന്നാമത്തെ പരാതിയിൽ നിങ്ങൾ നോക്കണം, ഒന്നാമത്തെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ രാഹുലിനെ തെറ്റിദ്ധരിച്ചേനെ, പുള്ളിയെ ക്രൂശിച്ചേനെ. ഒരു പക്ഷേ അന്ന് പുള്ളി മാറി നിന്നുകൊണ്ടാണ് ഇതിൻ്റെ കുറേ സത്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രാഹുൽ ഒളിവിൽ പോകും തോറും പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അവിടുന്ന് ഇവിടുന്ന് രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരേ ഡ്രാഫ്റ്റിൽ തന്നെ പോകുന്നതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടും ഒളിവിൽ പോയത് നന്നായെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു വലിയൊരു ക്രൈം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരപരാധിയായിട്ടുള്ള ഒരാളെ അയാളുടെ മേൽ ആ കുറ്റം അടിച്ചേൽപ്പിച്ചു, അയാളെ ജയിലിൽ കൊണ്ട് ഇടുമെന്ന് ഉറപ്പാകുമ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അയാൾ ഒളിവിൽ പോകും, മുങ്ങും, നാട് വിടാൻ ശ്രമിക്കുന്ന, കുറച്ച് മാറി നിന്നിട്ട് അയാളുടെ നിരപരാധിത്വം അയാൾക്ക് തെളിയിക്കാനുള്ളൊരു സമയം അയാൾ എടുക്കാൻ ശ്രമിക്കും അല്ലേ. തൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ മാത്രമല്ലേ ഇപ്പം ജയിലിൽ പോയി കഴിഞ്ഞാൽ അയാൾക്കെതിരെ നിരപരാധിത്വം തെളിയിക്കാനെ കൊണ്ട് ആരുണ്ട്? ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഒരു MLA ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് ഈ പറഞ്ഞിട്ടുള്ള നല്ല ഇപ്പം ഫെനി നായനാനെ പോലുള്ള നല്ല സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കുറേ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഈ ഫെനി നായനാൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പുറത്തുനിന്ന് രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, രാഹുലിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിരപരാധിത്വം തെളിയിക്കാൻ തന്നെ സാധിച്ചത്. പക്ഷേ നാളെ ഒരു നിരപരാധിക്കാണ് ഒരു സാധാരണപ്പെട്ട ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയാൾ ജയിലിൽ പോയി കടന്ന് ജയിലിൽ നിന്ന് എഴുതി വിടുന്ന പേപ്പറിലെല്ലാം ഒപ്പിട്ടിട്ട് നിരപരാധിയായിട്ടുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. ഒരു ഒരു വ്യക്തിക്ക് ആണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് നല്ലൊരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം താൻ ജയിലിൽ പോകുന്നതിന് മുമ്പേ, തന്നെ ജയിലിൽ പിടിച്ചുകൊണ്ട് ഇടുന്നതിന് മുമ്പേ ഒന്ന് മാറി നിന്ന് ഇതുപോലെയൊക്കെ എല്ലാം തൻ്റെ പക്കലുള്ള തെളിവുകളും കാര്യങ്ങളും വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഹാൻഡ് ഓവർ ചെയ്ത് ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കി ഫെനി നൈനാനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. തൻ്റെ പക്കലുള്ള സ്ക്രീൻഷോട്ടും തെളിവുകളെല്ലാം ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും പുള്ളി നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് പുള്ളി വെളിയിലോട്ട് വരുന്നത്. അപ്പം പുള്ളിക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ നാളെ ജയിലിൽ പോയിരുന്നാലും എൻ്റെ പേരിലുള്ളൊരു സത്യം അത് എപ്പോഴായാലും അത് തെളിഞ്ഞിരിക്കും, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കും എന്നുള്ളൊരു ബോധ്യം പുള്ളിക്ക് അപ്പോഴും കാണും മനസ്സിൽ. അപ്പോൾ അതിനൊക്കെ ശേഷം
മൂന്നാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ് അല്ലേ, നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോഴും ആ ചിരി ജയിലിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളിയുടെ ഭാഗത്ത് സത്യമുണ്ട്, പുള്ളിയുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടാണ് ആ ഒരു മുഖത്തൊരു പേടി പോലും കാണാതെ, ഒരു ടെൻഷൻ പോലും കാണാതെ ചെറു പുഞ്ചിരിയോടെ അങ്ങോട്ട് ജയിലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നവരുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ബാക്കി കൂടെ കണ്ടു നോക്കാം. ാണ് ശരി. രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി അത് കണ്ടെത്തുന്നതാണ്. പക്ഷേ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എന്ന് പറയുന്ന മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ്. ആ പരാതികൾ ഗുരുതരമായ ആരോപണങ്ങളാണ്. അല്ലെ, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനമായ മൂന്നാണ്. പരാതി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസം ഉറപ്പായും കോടതി തീരുമാനിക്കണം. പക്ഷേ രാഹുൽ എങ്ങനെയാണ് ഇപ്പോഴും നിരപരാധിയാണെന്ന് പറയാൻ കഴിയുക? രാഹുലിനെതിരെ ഒരു പരാതിയാണോ, രണ്ട് പരാതിയാണോ? പരാതികൾ മൂന്നാണ്. പരാതികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ശരി, രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി അത് കണ്ടെത്തുന്നതാണ്. പക്ഷേ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എന്ന് പറയുന്ന മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ്. ആ പരാതികൾ ഗുരുതരമായ ആരോപണങ്ങളാണ്. അല്ലെ, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഒരു വലിയ സംഘം, ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഘത്തിനൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടൊരു കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പറയാം? ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെ പറ്റി മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണ് അവർ. പിന്നെ CPM-ന്റെ ചേർന്ന് നിൽക്കുന്ന 2 പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റി ഇങ്ങനെ കഥകൾ പറയുകയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിലും എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തത് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് തരാം, എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിൽ ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻ. ഓക്കെ, ഇതിൽ കൂടുതൽ നമുക്ക് ഇതിൽ കൂടുതൽ പറയാനുണ്ടോ? കാരണം രാഹുൽ മാങ്കൂട്ടം പറയുവാണ്, എൻ്റെ ചാറ്റ് മുഴുവൻ ഞാൻ കാണിച്ചു തരാം, ഈ പരാതിക്കാരിയുമായിട്ട് ചാറ്റ് ചെയ്തേക്കുന്ന ചാറ്റ് മുഴുവൻ കാണിച്ചു തരാം, എൻ്റെ ഫോൺ നിങ്ങളെ കയ്യിൽ തരാം, നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. കാരണം പുള്ളിയുടെ നിരപരാധിത്വം കാരണം ആ രീതിയിലാണ് പുള്ളി തെളിയിക്കുന്നത്. കാരണം അത്രയ്ക്കും പുള്ളി പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പം ഈ പരാതിക്കാരി ആദ്യം പറഞ്ഞല്ലോ, ഇപ്പം ആഷിമ പറഞ്ഞ പോലെ ഒന്നാമത്തെ പരാതിക്കാരിക്കും രണ്ടാമത്തെ പരാതിയിലും മൂന്നാമത്തെ പരാതിക്കാരി അത് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് എന്ന് പറയുന്ന ഈ പരാതിക്കാരി ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരാൾക്ക് എന്തിനാണ് ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നത്, എന്തിനാണ് ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുന്നത്, എന്തിനാണ് വില കൂടിയ ഈ പറഞ്ഞിട്ടുള്ള ജെട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്തിനാണ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുക? ഇത്രയും ക്രൂരമായി ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചുള്ള ഒരു വ്യക്തിക്ക് ഇതൊക്കെ പിന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇത് ഇപ്പം ഈ പറയുന്ന പരാതിക്കാരികളെല്ലാം വിവാഹിതരാണ് അല്ലേ? ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അതിജീവൻ എന്ന് പറയേണ്ടത് അതിജീവിതയല്ല, ഇവിടെ അതിജീവിതനാണ്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയാണ് ഇവിടെ അതിജീവിതം. ഈ പറയുന്ന പരാതിക്കാരികളെല്ലാം താൻ കല്യാണം കഴിച്ചതാണെന്നും തൻ്റെ ഭർത്താവിനെ, തൻ്റെ കുടുംബത്തേക്ക് മറച്ചു വെച്ചിട്ട് മറ്റൊരാളോട് പോയിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അവിവാഹിതനായിട്ടുള്ളൊരു യുവാവിനെ കൊണ്ടിട്ട് കല്യാണത്തിലേക്ക് ഇവരെ എത്തിച്ചേർന്നിട്ട് അവസാനം വിവാഹിതയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പിന്മാറി. അത് സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും അങ്ങനെ തന്നെ. കല്യാണം കഴിച്ച ഒരാൾ, ഒരു കല്യാണം കഴിക്കാത്ത ഒരു അവിവാഹിതനായിട്ടുള്ള ഒരു യുവാവ് ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന, ബന്ധം പോലും ഒഴിഞ്ഞിട്ടില്ല, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ പറ്റിയത്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ വിവാഹിതയാണ്, കുടുംബബന്ധം ഇപ്പം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവിവാഹിതയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിവാഹിതയാണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം ഇത് അറിയുന്നത്, ഇവരൊക്കെ വിവാഹിതയാണ്, ഇപ്പോഴും ബന്ധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ആരാണ് ഇവിടെ ചതിക്കപ്പെട്ടിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടമാണ് അല്ലേ? ഇവരെയൊക്കെ കെട്ടിയന്മാരെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ട് ഇവരൊന്നും പരാതിപ്പെടുന്നില്ല? ഇവർക്കെതിരെയാണ്, ഈ പരാതിക്കാരികൾക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? വിശ്വാസവഞ്ചന ചെയ്തതിൻ്റെ പേരിൽ ഇവരൊക്കെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞാണ്. 3 പേരും വിദേശത്ത് ഒരാൾ ഇപ്പം വിദേശത്താണ്, മറ്റുള്ള 2 ആളുകളും കേരളത്തിന് വെളിയിലാണ്, എല്ലാവരും വെളിയിലാണ്. ഇപ്പോൾ ഒരാൾ പോലും കേരളത്തില്ല. അതാണ് ഈ പരാതിയുടെ ഏറ്റവും വലിയൊരു ഇത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കാരികൾ ആരും നിലവിൽ സ്ഥലത്തില്ല, എല്ലാവരും വിദേശത്താണ്. അതുകൊണ്ട് വിളിച്ച് അന്വേഷിക്കണ്ടല്ലോ. വിദേശത്താന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ രീതിയിൽ അങ്ങ് എടുക്കാമല്ലോ.
ഇതൊക്കെ എല്ലാം കള്ളത്തരങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മൂന്നാമത്തെ പരാതിയുടെ ഒരു വോയിസും ഈ റിനിയുടെ വോയിസൊക്കെ ആയിട്ട് ഏകദേശം എനിക്കൊരു ഒരു മാച്ചിങ് ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളൊന്ന് 2x സ്പീഡിലും ആ ഒരു 3x സ്പീഡിലൊക്കെ ആ ഒരു ഓഡിയോ ഇതിട്ട് കേട്ട് കഴിഞ്ഞാൽ റിനിയുടെ സൗണ്ട് കൂടെ ഒന്ന് ഇട്ട് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം സെയിം അതുപോലെയാണ്. ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വോയിസ് എവിടെയോ കേട്ട് പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. കാരണം ഇത് 1 മണിക്കൂറുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, എക്സ്ക്ലൂസീവ്. ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഓരോ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.